അറിയാം. ഈ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. വെൽക്കം ടു ഫർഹാൻ കോഡിങ്. സ്ക്രീൻ കാണിച്ചായിരുന്നു. നമ്മൾ ഇതിനകത്ത് കോഡിങ് ആയിരിക്കും കൂടുതലും പഠിക്കാൻ പോകുന്നത്. ആയിരിക്കും കോഡിങ് ആയിരിക്കും കൂടുതലും പഠിക്കാൻ പോകുന്നത്. എനിക്കിതിനു മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടെ സെക്കൻഡ് ട്രൈ ആണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ഫർഹാൻ കോഡിങ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബ്രൗസർ എടുക്കുക. ബ്രൗസറിനകത്ത് നമ്മൾ VS Code എന്ന് സെർച്ച് ചെയ്യുക. VS Code ഡൗൺലോഡ് കണ്ടോ, ഇവിടെ കാണാം. നമ്മളത് ക്ലിക്ക് ചെയ്യുക. VS Code വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കാണിക്കുന്നത്. ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് മാക്, ലിനക്സ്, വിൻഡോസ്. നിങ്ങൾ OS അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, വിൻഡോസ് 10, 11 ഉള്ളവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പിന്നെ ലിനക്സ് ഈ രണ്ട് OS ഉള്ളവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ മാക്ക് ഉള്ളവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് അടിച്ചാലും മതി. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് എന്തായാലും ഇവിടെ ഡൗൺലോഡ്സിൽ കാണും. നമ്മളിത് ഇവിടെ എക്സ്പ്ലോറർ എടുക്കുക. അതിനകത്ത് ഡൗൺലോഡ്സിൽ മണ്ടയ്ക്ക് കിടപ്പുണ്ടാവും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ നാളായി. ഇതാണ് താഴെ കിടക്കുന്നത്. കണ്ടോ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ വരും. ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഫിനിഷും അടിച്ചാൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും. ഒന്നുമില്ല, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാ, അതുകൊണ്ടാണ്. ഇതിനകത്ത് നിങ്ങൾ കയറുമ്പം കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടോ. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങോട്ട് വരാം. ഇത് നോക്കേ ചെയ്യേണ്ട. ഇതേ വന്നുള്ള ഇത് എൻ്റെ ഫോൾഡറാ. നോക്കല് ഞാൻ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെയാ. നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, വെബ് ഡിസൈനിങ് ആണ്. വെബ് ഡിസൈനിങ്. അപ്പം നമ്മൾ ഇനി ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് HTML പഠിക്കും, പിന്നെ CSS പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കും, പിന്നെ jQuery പഠിക്കും. jQuery കഴിഞ്ഞിട്ട് ബൂട്ട്സ്ട്രാപ്പും പഠിക്കും. ഞാൻ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി. ബൂട്ട്സ്ട്രാപ്പ് വരെ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റും ചെയ്യും. പ്രൊജക്റ്റ് ചെയ്യണം. ഇനി ഇതിനകത്ത് ഫയലിനകത്ത് ഇതുണ്ടോ, ഓപ്പൺ ന്യൂ ഫോൾഡർ.
അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു ബട്ടണായിട്ട് ഫസ്റ്റ് ആദ്യം കയറുമ്പോൾ ഇവിടെ തന്നെ ഒരു ബട്ടണായിട്ട് ഓപ്പൺ ന്യൂ ഫോൾഡർ എന്ന് കാണും. ഞാൻ ഇതിനകത്ത് ഫോൾഡർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഡേ 1 നോക്കേ വേണ്ട, അതിൻ്റെ കാര്യമേ നിങ്ങൾക്കില്ല. നിങ്ങൾ പഠിച്ച് കഴിയുമ്പം മനസ്സിലാവും. ഇത് ഫുൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഫുള്ളാക്കുമ്പോൾ ഇങ്ങനെ. പിന്നെ ഇവിടെ കുറേ അറ്റത്ത് പിന്നെ ഈ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ ഇനി നമുക്ക് ഒരു ഫയൽ തുടങ്ങാം. ഫയലിൻ്റെ പേര് നമ്മൾ സാധാരണ HTML ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് തുടങ്ങുമ്പം അതിന് ഇൻഡെക്സ് എന്ന് വേണം ഇടാൻ. ഓരോ പ്രൊജക്റ്റിനും ഓരോ ഫോൾഡറാണ്, മറക്കല്ല്. ഡേ 1 നമുക്കിപ്പം ഇവിടെ ഡേ 1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഡേ 1 എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഒരു പ്രശ്നം പറ്റി. വെയിറ്റ്. നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഇപ്പം ഡേ 1 ഉള്ളിലാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് വരുന്നു? ഇൻഡെക്സ്. ഇൻഡെക്സ്. എന്നിട്ട് VS Code നമ്മളൊരു VS Code ഏത് ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ കോഡ് ഇടുന്ന സാധനമാണ് കോഡ് ഇടുന്ന ആപ്പിൻ്റെയാണ് ID എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ്. നമ്മൾ ഡോട്ട് ഇട്ട് നമ്മൾ ഏത് ലാംഗ്വേജാണ് പഠിക്കുന്നത് അത് എഴുതണം. HTML ഞാൻ അടിച്ചു. ഇനി അഥവാ നിങ്ങൾ പൈത്തൺ ആണെങ്കിൽ PY അടിക്കണം. ഇനി അല്ല CSS ആണെങ്കിൽ CSS എന്ന് അടിക്കണം. അതല്ല C# ആണെങ്കിൽ വെറും CS എന്ന് അടിക്കണം. പിന്നെന്ത് വരുന്നു? C ആണെങ്കിൽ വെറും C എന്ന് അടിക്കണം. പിന്നെ എന്തായിരുന്നു? പിന്നെ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ JS എന്ന് അടിക്കണം. JS. നമ്മളിപ്പം HTML ആണ് തുടങ്ങുന്നത്, അപ്പോൾ HTML ആണ്. HTML നമ്മൾ ചെയ്യുക. അതിനായി HTML എന്നടിക്കുക. ഇതൊരിക്കലും ക്ലാസ് അല്ല. HTML 5 എന്നടിച്ചിട്ട് ഒരു എൻട്രി കൊടുത്താൽ സോറി മൈ മിസ്റ്റേക്ക് ഇതെല്ലാം ഓക്കെ കാണാമല്ലോ. എന്തോ മാറ്റം വന്നിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്യാം. HTML 5 ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ. ഇനി ഇവിടെ H1 എന്ന് ഇനി നമ്മൾ ഇവിടെ ഇനി 2 സാധനങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്നാമത്തെ സാധനമാണ് എന്തുവാ അതിൻ്റെ പേര്? ഒന്നാമത്തെ സാധനം സേവ് ടൈപ്പിംഗ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പം ഈ ഇൻഡെക്സ് ഡോട്ട് ചുമ്മാ അടയ്ക്കാൻ നോക്കിയാൽ അവർ ചോദിക്കുന്നത് സേവ് ആകത്തില്ല. സേവ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇതിനകത്ത് കയറിയിട്ട് സേവ്, പിന്നെയും അടുത്ത ഫയൽ എഴുതുമ്പോൾ പിന്നെയും സേവ്, ഇങ്ങനെ കൊടുത്ത് പോകണം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ അറിയാതെ കൈ കട്ടി എങ്ങാനും പോയതാ, പിന്നെ ഒന്നും കൂടെ ആദ്യം തൊട്ട് ടൈപ്പ് ചെയ്യണം. അതിന് വഴി സേവ് ടൈപ്പ് ചെയ്യുന്ന സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനേബിൾ ചെയ്യുക. പിന്നെ വേറൊരു സംഭവം, നമ്മളിനി നമ്മൾ ഈ HTML എടുക്കുമ്പം ഇവിടെ ഇങ്ങനെയാണല്ലോ കാണുന്നത്. ഫയൽ എക്സ്പ്ലോറിൽ നോക്കുമ്പോൾ നിങ്ങളുടെ വിൻഡോ ഇത് വെച്ചിട്ടാണ് എക്സ്പ്ലോറർ. അതിനകത്ത് നമ്മൾ എന്തുവാ വെബ് ക്ലാസ് എന്നുള്ള തന്നെ ക്ലാസ് എന്ന് പറയുന്ന എൻ്റെ ഇത് അടിച്ചപ്പം ഡൗൺലോഡ്സിലാണ്. ഞാൻ ഹോമിൽ കയറിയിട്ട് വെബ് ക്ലാസ് അടിച്ചത്. അപ്പം പോവുക. ഒരു സെക്കൻഡ്, 1 മിനിറ്റ്.
ഓക്കെ, ഇവിടെ ഇച്ചിരി സൗണ്ട് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ, ഇനി ഇത് നമ്മൾ ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇത് ഡബിൾ ക്ലിക്ക് അടിക്കണം. ഡബിൾ ക്ലിക്ക് അടിക്കുമ്പം നമ്മളെ ബ്രൗസറിൽ ഇതിപ്പോൾ തുടങ്ങുക index.html കണ്ടോ? പക്ഷെ ഫുള്ള് വൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമല്ലോ. മറക്കല്ല്, വെബ് ഡിസൈനിങ് ആണ്. വെബ് ഡിസൈനിങ് ആണ്. അതുകൊണ്ടാണ് പുതിയ പേജൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ ഒരു സംഭവം വരുന്നത്, ലൈവ് സർവർ ഇൻസ്റ്റാൾ ചെയ്ത നമ്മുടെ ഡിഫോൾട്ട് ബ്രൗസറിൽ ഇത് എന്താ എനേബിൾ ചെയ്യണം. സാരമില്ല, ഡിസേബിൾ ആണ്. എന്നാലും ഇപ്പോൾ അത് വർക്ക് ആവുന്നുണ്ട്. എന്തോ പ്രശ്നം പറ്റിയതാണ് എൻ്റെ. ഇപ്പോൾ എനേബിൾ ആണ് ആക്ച്വലി, എനിക്ക് അറിഞ്ഞുകൂടാ, അതോടെ ഇരിക്കട്ടെ. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഡിഫോൾട്ട് ബ്രൗസർ തുറന്നു വരും. അതിനകത്ത് ഇത് വരും, ലൈക്ക് നമ്മുടെ ഇതിനകത്ത് index.html ഞാൻ റൈറ്റ് ക്ലിക്ക് അടിക്കുന്നു. എന്നിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സർവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. പക്ഷെ ഇത് ഇൻസ്റ്റാൾ ചെയ്താലേ അത് വരത്തുള്ളൂ. ഓക്കെ, റിമെമ്പർ ദാറ്റ്. ഇൻസ്റ്റാൾ ചെയ്താലേ വരത്തുള്ളൂ. ഇനി ഓപ്പൺ വിത്ത് ലൈവ് സർവർ കൊടുത്താൽ ഡിഫോൾട്ട് ബ്രൗസറിൽ തുറന്നു വരും. കണ്ടോ? ഇനി നമ്മൾ ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കാണാം, ഇവിടെ H1 എന്നടിക്കണം. H1 എന്ന് വെച്ചിട്ട് ഓക്കെ, H1 എന്ന് അടിക്കുമ്പം ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യുന്നത്, ഇപ്പൊ ഹലോ വേൾഡ് എന്ന് അടിക്കാൻ പോവാ. ഓക്കെ, ഹലോ വേൾഡ്. ഇനി നമ്മൾ ഇവിടെ ഓപ്പൺ സർവർ വെച്ച് ആക്ച്വലി ഇത് നമ്മൾ എന്താ ടൈപ്പിങ് എനേബിൾ ചെയ്തില്ലെങ്കിൽ ഇത് വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അത് സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്യണം. മറക്കല്ലേ, സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്യണം. അതിന് പകരമാണ് ഈ സേവ് ടൈപ്പിങ്ങും ഇതൊക്കെ. കാണാം, ഹലോ വേൾഡ് എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് സ്റ്റൈൽ ചെയ്യാനാണ് CSS യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ആട്രിബ്യൂട്ട് ചേർക്കാനാണ് എന്തായിരുന്നു ജാവാസ്ക്രിപ്റ്റ് വരുന്നത്. അത് ഇച്ചിരിയും കൂടെ ഭേദമാക്കാൻ jQuery വരും. പിന്നെ ഓരോ ഫോണിൻ്റെ സൈസ് അനുസരിച്ച് വരാൻ ബൂട്ട്സ്ട്രാപ്പ് വരും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ചേർത്ത് ഒരു സൂപ്പർ പ്രൊജക്റ്റ് നമ്മൾ പണിയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഇൻസ്റ്റാളേഷൻ വീഡിയോ. ഓക്കെ, അപ്പം ഇറ്റ്സ് മീ ഫർഹാൻ സിയാദ് സൈനിങ് ഔട്ട്.